നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അറിയോ? അത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഇല്ല അല്ലെങ്കിൽ പണം ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ജോലി ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുകയും ചെയ്യാറുണ്ട്. ശരിക്കും ഈ പറയുന്ന ഒരു സാധനം വരുമ്പം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ കൺഫ്യൂസ്ഡ് ആവും. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജോലി ചെയ്യണോ? അങ്ങനെ ജോലി ചെയ്തു കഴിഞ്ഞാൽ അതെന്റെ പഠനത്തിനെ ബാധിക്കുമോ എന്നുള്ളത് കുട്ടികളും ചിന്തിക്കാറുണ്ട്. ചിലപ്പോൾ രക്ഷിതാക്കളൊക്കെ പറയും നിങ്ങൾ ഒരു ജോലിക്കും പോകാൻ പാടില്ല. ഫുൾ ടൈം ഫോക്കസ് ഓൺ യുവർ അക്കാഡമിക്സ്. അക്കാഡമിക്സിൽ മാത്രം ശ്രദ്ധിക്കാനും പറയാറുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സാധനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ജോലി ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. അതിൻ്റെ ഗുണവശങ്ങളും തീർച്ചയായിട്ടും ഒരുപാട് ഗുണവശങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുന്ന തരത്തിലുള്ള ചെറിയ ദോഷവശങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇന്ന് വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ നിൽക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ആഷിഖ് എന്നാണ്. ഇതെൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചാനലാണ്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ലെറ്റ്സ് ഡിസ്കസ് നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ എങ്ങനെ പൈസ സമ്പാദിക്കാം, അല്ലെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ലൈക്ക് ഏർണിംഗ് ഡ്യൂറിങ് ലേണിംഗ് എന്നുള്ളൊരു കാര്യം. സോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. കോളേജിൽ പഠിക്കുമ്പോൾ ജോലി ചെയ്യാമോ, അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഡിബേറ്റിൻ്റെ ഉള്ള ഒരു സാധനം തന്നെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ കോളേജിലൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ, അല്ലെങ്കിൽ മേ ബി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഞാൻ വളരെ പേഴ്സണലി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ അന്ന് വളരെ ചെറിയ ജോലികളായിട്ടുള്ള കാറ്ററിംഗ് ജോലികൾ, ഇപ്പോൾ നാട്ടിലുള്ള ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ പ്ലംബർ അവരുടെയൊക്കെ അസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. പിന്നെ ചില സമയത്തൊക്കെ ഏതെങ്കിലും കടകളിലൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു അസിസ്റ്റൻസിന്, അത് വളരെ 2 3 ദിവസത്തിനൊക്കെ വേണ്ടി നിൽക്കുക, എന്നിട്ട് അതിനകത്ത് നിന്ന് കിട്ടുന്ന വളരെ ചെറിയ വേതനങ്ങൾ വാങ്ങാന്നൊക്കെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. 12th ഒക്കെ ആയപ്പോഴത്തേക്കും കുറച്ചുകൂടി കാറ്ററിംഗ് പോലത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി സ്ഥിരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരു വർഷം എൻട്രൻസിന് വേണ്ടി പഠിച്ചു. എൻട്രൻസിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നിനും വേണ്ടിയിട്ട് പോയിട്ടില്ല. എൻട്രൻസ് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മുതൽ തന്നെ ഒരു എൻട്രൻസ് കിട്ടി ക്രാക്ക് ചെയ്ത സമയം മുതൽ തന്നെ കൃത്യമായിട്ട് പേഴ്സണലായിട്ട് ടീച്ചിങ്ങിനായിരിക്കും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസും അതിൻ്റെയൊക്കെ ഒരു സാധനങ്ങളും ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് പറയാം. പക്ഷെ അതിന് മുന്നേ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു അബൌട്ട് ദീസ് തിങ് ഇൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു റീഡിങ്ങും റിസർച്ചും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് നോക്കാം. ബേസിക്കലി ഇന്ത്യയിൽ, എസ്പെഷ്യലി ഇൻ ഇന്ത്യ, വേൾഡ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി ചെയ്യുക എന്നുള്ളൊരു കൾച്ചർ അവർ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും ജോലി ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നറിയാൻ വേണ്ടിയിട്ട് നിരവധിയായ സർവേകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്നുള്ളൊരു കാര്യം, നമ്മുടെ ഫിനാൻഷ്യൽ നീഡുകൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അക്കാഡമിക് ഫീസ്, ഹോസ്റ്റൽ ഫീസ്, നമ്മുടെ പോക്കറ്റ് മണി, നമുക്ക് ട്രിപ്പ് പോകാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾ വാങ്ങാനുള്ള പൈസ ഒക്കെ ചിലപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തരുന്നുണ്ടാവും. പക്ഷേ നമുക്ക് വീട്ടിൽ നിന്ന് തരുന്ന പൈസ തികയാത്തൊരവസ്ഥ വരും. ചിലപ്പോൾ മിക്കവാറും ആളുകൾക്കൊക്കെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം ഇത്രയും കാലം നമ്മളെ വീട്ടുകാരെ നമ്മളെ പഠിപ്പിച്ചു, ഇനി അങ്ങോട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു വല്ലാത്തൊരു ആഗ്രഹം തോന്നും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു എയിം ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു പുതിയ ജീൻസ് വാങ്ങണം, അല്ലെങ്കിൽ ഒരു ഷൂ വാങ്ങണം, മേ ബി ഒരു ഫുട്ബോൾ വാങ്ങണം. പിന്നെ കോളേജിൽ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊന്ന് പുറത്ത് പോകണം, ബിരിയാണി കഴിക്കണം, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകണം. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പൈസ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് അത് ചെലവഴിക്കാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ളതായിരുന്നു. സോ ഒന്നാമത്തെ ആവശ്യം ഡെഫിനറ്റ്ലി നമ്മുടെ ഫിനാൻഷ്യൽ നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ, ഒരു അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്ത വലിയൊരു ആവശ്യവും അല്ലെങ്കിൽ ആഗ്രഹവും സാധനങ്ങളൊക്കെ അവിടെയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. നമ്മുടെ എക്കണോമിക് സർവേ ഓഫ് ഇന്ത്യ 2023-24 നടത്തിയ സർവേ വെച്ചിട്ട് ഇന്ത്യയിൽ ഒരു എംപ്ലോയ്മെന്റ് ഗ്യാപ്പ് ഉണ്ടെന്നാണ് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആളുകളുടെ ഇടയിൽ 51% ആളുകളും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അർഹരാവുന്നില്ല, അല്ലെങ്കിൽ ഒരു ജോലിക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത്. അവർ പറയാം 51% ഓഫ് ഇന്ത്യൻസ് ആർ എംപ്ലോയബിൾ അല്ല എന്നുള്ളതാണ് അതിനകത്ത് അവർ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാവുക. ശരിക്കും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന വിവരങ്ങളും അല്ലെങ്കിൽ കോളേജിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനും ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു തൊഴിലിടത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ട സാധനങ്ങൾ തമ്മിലൊരു ഗ്യാപ്പ് വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചില കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ചില കുട്ടികളൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്തിട്ട് ഈ കാര്യം മനസ്സിലാക്കി നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് നമ്മുടെ ഈ എംപ്ലോയബിലിറ്റി ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് ആ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സോഫ്റ്റ് സ്കിൽസ് സാധനങ്ങളൊക്കെ അക്വയർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലും കൂടി ചെയ്യാറുണ്ട്. അപ്പോൾ മിക്കവാറും ആളുകളൊക്കെ സാമ്പത്തിക ലക്ഷ്യം എന്നുള്ള രൂപത്തിൽ
രൂപത്തിൽ മാത്രമാണ് പോകുന്നതെങ്കിൽ വളരെ ചുരുക്കം ആളുകളാണെങ്കിലും നമ്മളുടെ ആ ഒരു എംപ്ലോയബിലിറ്റി, നമ്മളെ ഒരു ജോലിക്ക് എടുക്കാവുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വളരണം, പേഴ്സണൽ ഗ്രോത്ത് വേണം എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ പരമ്പരാഗത രീതികളിൽ പുസ്തകങ്ങളിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക. പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മിക്കവാറും മതിയാവാതെ വരുന്നു എന്നുള്ളതും വളരെ വളരെ വാസ്തവമായിട്ടൊരു കാര്യമാണെന്നുള്ളതാണ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറണ്ടിലെ വേൾഡ് എക്കണോമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ സ്കിൽ ഫസ്റ്റ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അങ്ങനെ വിളിക്കുക, സ്കിൽ ഫസ്റ്റ് എക്കണോമി എന്നുള്ള രൂപത്തിലാണ്. അതായത് ആര് എന്ത് പഠിച്ചു എന്നുള്ളതല്ല കാര്യം. ഇപ്പോൾ ഞാൻ ഇന്റർനെറ്റിൽ നോക്കുന്ന സമയത്ത് കണ്ടതാണ്, ഇൻഡീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. ഇൻഡീഡ് ആപ്പ് നമ്മുടെ ജോബൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഇൻഡീഡുകാർ നടത്തിയിട്ടുള്ള ഒരു സർവേക്കകത്ത് പറഞ്ഞിട്ടുള്ളത് 80% റിക്രൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജോലി തരുന്ന ആളുകളും ശ്രദ്ധിക്കുന്ന കാര്യം അവരുടെ ഡിഗ്രികളല്ല, പകരം ഇവർക്ക് സ്കില്ലുണ്ടോ എന്നുള്ള കാര്യം. ആൾക്കാരൊക്കെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഡിഗ്രി ഞാൻ നോക്കത്തേ ഇല്ല, അവർക്ക് സ്കില്ലുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ജോലി കൊടുക്കും എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ സ്കില്ല് ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി അവിടെ കൃത്യമായിട്ട് നമുക്ക് എന്താറുണ്ട്, ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദാറ്റ് നമുക്ക് ഒന്നെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയബിലിറ്റി ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിൽ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. പഠനത്തിനോടൊപ്പം ജോലി ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ദർ ആർ സർട്ടൻ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വെരി ബിഗ് ആയിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് അവിടെ വരുന്നുണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഉദ്ദേശം തന്നെ അതാണ്, നമുക്കൊരു സാമ്പത്തികമായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ട് കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളതാണ്. ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകളൊന്ന്. പക്ഷേ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് മാത്രമാണോ കിട്ടുക എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് മാത്രമല്ല കിട്ടുക, അതിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ലിറ്ററസി കൂടി കിട്ടും. അത് നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കായിരിക്കും, നമുക്കൊരു സാമ്പത്തിക സാക്ഷരത വേണം. ഫിനാൻഷ്യലി നമ്മൾ എങ്ങനെ പണം ഉപയോഗിക്കാം എന്ന്, അല്ലെങ്കിൽ എന്തിനൊക്കെ പണം ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ദർ ഇസ് സംതിങ് കോൾഡ് 50-30-20 റൂൾ എന്ന് പറയുന്ന ഒരു റൂളൊക്കെ ഉണ്ട് ഫിനാൻഷ്യൽ കാര്യത്തിൽ. 50% പൈസ നമുക്ക് കിട്ടുന്നതിന്റെ പകുതി പൈസ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. 30% കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ അങ്ങനെ ഒരു എന്താ പറയുക എൻജോയ്മെന്റിനും എന്റർടൈൻമെന്റിനും വേണ്ടിയിട്ടൊക്കെ. 20% പൈസ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള റൂൾ, ഒരു 50-30-20 റൂൾസ് ഒക്കെ ഉണ്ട്. ഈ സാധനങ്ങൾ നമ്മൾ ഇപ്പൊ നടക്കാൻ പഠിച്ചതുപോലെ സംസാരിക്കാൻ പഠിച്ചതുപോലെയൊക്കെ തന്നെ വളരെ ബേസിക് ആയിട്ട് ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പണം എങ്ങനെ ചെലവഴിക്കണം അല്ലെങ്കിൽ പണം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യം പഠിക്കണം. ഇത് പഠിക്കണമെങ്കിൽ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി തുടങ്ങിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ വരുന്ന പല ആളുകളും ഇപ്പോൾ ഞാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കഴിഞ്ഞ ഡോക്ടർമാരെ പറ്റിയിട്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ MBBS കഴിഞ്ഞു, PG കഴിഞ്ഞു, സൂപ്പർ സ്പെഷ്യാലിറ്റി കഴിഞ്ഞ ഡോക്ടർമാരൊക്കെ തന്നെ പറയുന്നേക്കാം, പൈസ കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഈ പൈസ എങ്ങനെ ചെലവഴിക്കണം എന്നറിയില്ല, ഇതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ സേവ് ചെയ്യണം എന്നറിയില്ല, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പണം കിട്ടുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ ശരിയായ ഒരു ജോലിയിൽ പോയിട്ട് നല്ല രൂപത്തിൽ പണം ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ വി ഹാവ് ടു ഗെറ്റ് ദാറ്റ് ഐഡിയ ലൈക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ചൊരു ഏർലി ഇൻ ദ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റിൽ ആവുന്നതിനൊക്കെ മുന്നേ തന്നെ നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒന്ന് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്, രണ്ട് ഫിനാൻഷ്യൽ ലിറ്ററസി ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ജോലികൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രി എന്നുള്ള ജോലി തന്നെ ഇതിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫിസിക്സിൻ്റെയോ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെയോ ഒക്കെ BSc ഒക്കെ പഠിക്കുന്ന ഒരാൾ, ആ സബ്ജക്റ്റ് പഠിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ മലയാളമോ ഇംഗ്ലീഷോ പഠിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും. അയാൾ ആ സബ്ജക്റ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അത് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേപ്പർ വാല്യുവേഷനോ അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും ഒരു ബുക്ക് എഴുതാനോ അസിസ്റ്റ് ചെയ്യാനോ ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ആ സബ്ജക്റ്റിലുള്ള സ്കില്ല് കൂടി വരും, അതിലുള്ള നോളജ്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ഒരിക്കൽ കൂടി ഉപയോഗിച്ച് നോക്കാനും നമ്മുടെ നോളജ് റീഇൻഫോഴ്സ് ചെയ്യാനും സ്കില്ല് കൂടാനും സാധിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനത്തെ ഡയറക്റ്റ് ആയിട്ടുള്ള സ്കില്ലുകൾ മാത്രമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഡയറക്റ്റ് ആയിട്ടുള്ള സ്കില്ലല്ലാതെയും സ്കില്ലുകളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സാധനം. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് സോഫ്റ്റ് സ്കില്ലാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം നമുക്കറിയാലോ, ലോകത്തുള്ള എല്ലാവർക്കും ഒരേ സമയം തന്നെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഈ സമയത്തിന് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ പഠന ആവശ്യങ്ങളൊക്കെ തീർക്കണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്ത ജോലിയും തീർക്കണം എന്ന് പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ ലൂസായി പോകാതെ കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഐ സ്റ്റാർട്ടഡ് ടീച്ചിങ് ഫോർ എൻട്രൻസ് കോച്ചിങ്. അപ്പോൾ എൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ജോയിൻ ചെയ്തു. എൻ്റെ ഏറ്റവും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ വർക്ക് ചെയ്തത് തിരുനെൽവേലിയിൽ, തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ അവിടെ ജോലിക്കായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു മാസത്തിൽ 4 ദിവസമൊക്കെ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. അപ്പോൾ എനിക്ക് ശനിയും ഞായറും ഒക്കെയാണ് ഞാൻ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഈവനിങ്ങിൽ എനിക്ക് അങ്ങോട്ട് പോകണം. പിന്നെ ഞാൻ തിരിച്ചു വരുന്നത്
എന്നേ തിരിച്ചു വരത്തുണ്ടാവുള്ളൂ. തിങ്കളാഴ്ച രാവിലെയേ നമ്മൾ തിരിച്ചു വരത്തുണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും സമയം ഞാൻ അങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ ബാക്കി ആൾക്കാരൊക്കെ അസൈൻമെന്റ്സും പ്രൊജക്ട്സും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ സാറ്റർഡേ സൺഡേയിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ ഐ ഹാവ് ടു ഡു ഇറ്റ് ഏർലി. എൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടി നേരത്തെ എനിക്ക് ചെയ്യണമായിരുന്നു. അതിനുശേഷം മാത്രമേ എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ജോലി എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് നമ്മൾ വരുന്നതുകൊണ്ട് നമ്മൾ ടൈമിനെ നമ്മൾ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പഠിക്കും. സോ ഇത് വളരെ ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത്, ഇപ്പോൾ മുന്നോട്ടേക്ക് പോയി ജീവിതത്തിൽ എത്തി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി മൾട്ടി ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള സാധനമാണ്. ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നിങ്ങൾ ഏത് തരത്തിലുള്ള ജോലിക്ക് പോയാലും, ഇപ്പോൾ സപ്പോസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വിത്തൗട്ട് ഒരു പ്രയർ എക്സ്പീരിയൻസും ഇല്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനമാണ് ഈ ഗിഗ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ. മേ ബി ഈ ഡെലിവറി ചെയ്യുക, സാധനങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പുകളിൽ നിൽക്കുക, ഒരു വെയിറ്ററുടെ പോലത്തെ ജോലികൾ ചെയ്യുക, ഷോപ്പിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ നിൽക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ ക്ലയൻസ്, ആൾക്കാരൊക്കെ വരുമ്പോൾ അവരോട് സംസാരിക്കുകയും നമ്മളൊരു സെയിൽ നടത്തുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടി വരും. ടൈം മാനേജ്മെന്റ് പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞ സാധനം നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾ ഏത് ജോലിക്ക് പോയി കഴിഞ്ഞാലും ഭയങ്കര യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഇതും ഈ പറയുന്ന പോലെ തന്നെ നിത്യജീവിതത്തിൽ നമ്മൾ പുറത്തിറങ്ങി ഒരു പ്രാക്ടിക്കലി ഒരു സ്ഥലത്ത് ചെന്ന് ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഈ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടുന്നുണ്ടാവുക. പ്രോബ്ലങ്ങൾ കിട്ടും, ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം, നമ്മൾ തന്നെ പേഴ്സണൽ ജീവിതത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലത്തെ ക്ലാസ് കഴിഞ്ഞിട്ടോ ഒരു കാര്യം കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കോളേജിലേക്ക് നമുക്ക് ഓടിയെത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ സംഭവം അത് സോൾവ് ചെയ്തിട്ട് അവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു വിൽ ബിക്കം എ മോർ ഗുഡ് പ്രോബ്ലം സോൾവർ ആയിട്ട് മാറി വരുന്നുണ്ടാവും. പിന്നെ ആദ്യം പറഞ്ഞ പോലത്തെ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. മിക്കവാറും എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ലിറ്ററസി പോലത്തെ സാധനമാണ്. മിക്കവാറും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏത് കടയിലോ ഏത് ഷോപ്പിലോ ഏത് ഇൻഡസ്ട്രിയിലോ ഒക്കെ പോയി കഴിഞ്ഞാലും അവിടെ മിക്കവാറും അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ട്രെയിനിങ് കിട്ടുമ്പോൾ, നമ്മൾ ആ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് അതിന് ട്രെയിനിങ് കിട്ടുകയോ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കി കണ്ടംപററീസ് ആയിട്ടുള്ള കൂടെ പഠിക്കുന്ന ആൾക്കാരേക്കാൾ ആ ഒരു മേഖലയിൽ ഒരു കുറച്ച് സ്കില്ലപ്പ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് കാര്യം. സോ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ കരിയർ അഡ്വാൻസ്മെന്റിന് നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ കരിയറിലേക്ക് ജോലിയും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. ബേസിക് തിങ് ഈസ് കോൾഡ് നെറ്റ്വർക്കിംഗ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയ സ്ഥലത്ത് ഒരു ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ പോകുമ്പോൾ അവിടെ വരുന്ന ആളുകളും അവിടെ എത്തിപ്പെടുന്ന ആളുകളും അവിടുത്തെ ക്ലയൻറ്റുകളും കസ്റ്റമേഴ്സും അവിടുത്തെ മുതലാളിമാരും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകളെ നമ്മൾ പരിചയപ്പെടും. ഒരുപാട് ആൾക്കാരുടെ ഒരു 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 പരിചയപ്പെട്ട ആളുകളുടെ ഒരു വലയം നമ്മുടെ ചുറ്റും ഉണ്ടാകുന്നുണ്ട്. നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ടാവും. ഈ നെറ്റ്വർക്ക് നമുക്ക് കരിയറിൽ പുതിയ സാധ്യതകൾ തുറന്നു തരാൻ വേണ്ടി പറ്റുന്ന താക്കോലുകളായിട്ട് മാറുന്നുണ്ടാവും. സോ നെറ്റ്വർക്കിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പാഷനെ ഡിസ്കവർ ചെയ്യും. ഞാൻ എൻ്റെ ഡോപ്പയിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഉള്ളിൽ തന്നെ ഞാൻ ആ സാധനം നിലവിലായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഇവർ ഒരു സ്ഥലത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമൊന്നും ഇല്ലാതെയായിരിക്കും വരുന്നുണ്ടാവും. പക്ഷെ അവരിവിടെ വന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ മറ്റൊരാൾ ചെയ്യുന്ന വർക്ക്, ഇപ്പോൾ ഐ ഹാവ് സീൻ ലൈക്ക് ഇപ്പോൾ ഒരു ഒരു കുട്ടി വെറുതെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ക്യാമറാമാന് ജസ്റ്റ് ലൈറ്റ് പിടിച്ചു കൊടുക്കാനൊക്കെ നിന്ന് കുറച്ച് നാളെ ക്യാമറാമാൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ക്യാമറ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി എനിക്കൊരു പാഷനുള്ള സാധനമാണ്, എനിക്ക് ഇഷ്ടമുള്ള സാധനമാണെന്ന് മനസ്സിലാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ വെറുതെ വീഡിയോ എഡിറ്ററുടെ ബാക്കിലൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്ന ആൾക്കാർ ഫ്യൂച്ചറിൽ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോ എഡിറ്റർമാരായിട്ട് മാറുന്നത് കണ്ടിട്ടുണ്ട്. അക്കൗണ്ട്സ് ഒക്കെ സാഹചര്യം കൊണ്ട് അക്കൗണ്ട്സ് ബുക്കിൽ കണക്ക് എഴുതേണ്ടി വന്ന ഒരാൾ കുറച്ച് കഴിയുമ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള അക്കൗണ്ടന്റ് ആയി മാറുന്നത് കണ്ടിട്ടുണ്ട്. വെറുതെ ചെറിയ പൈസയ്ക്കൊക്കെ വേണ്ടിയിട്ട് ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് വന്ന ആളായിരിക്കും, പക്ഷേ ടീച്ചിങ് നമ്മുടെ ഒരു പാഷനാണ്, ടീച്ച് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നു എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓരോരോ മേഖലകളിൽ നമ്മുടെ പാഷൻ, ഇപ്പോൾ നമ്മൾ പറയും ഇപ്പോൾ നിങ്ങളൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ട്. ആ പാഷന്റെ പുറകെ ആയിരിക്കും നമ്മൾ പോകുന്നുണ്ടാവും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അൺഡിസ്കവേർഡ് ആയിട്ടുള്ള പാഷൻസ് വരെ ഉണ്ടാവും. അതിനെ കണ്ടുപിടിക്കാനും വേണ്ടിയിട്ടും ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പല അഡ്വാൻറ്റേജസ് ഉണ്ട് നമ്മുടെ സ്കില്ല് കൂടാൻ, നമ്മുടെ പാഷൻ പോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് ആയി വരാൻ വേണ്ടിയിട്ട്, നമ്മുടെ കരിയർ ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ പഠിക്കുന്ന സമയത്തുള്ള ജോലികൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് വെല്ലുവിളികൾ, ബേസിക്കലി പറഞ്ഞാൽ ഡൗൺ സൈഡുകൾ ഉണ്ട് എന്നുള്ളതാണ്, ചലഞ്ചസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം. അല്ലെ ഏറ്റവും വലിയ ചലഞ്ച് എന്താ, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പേരൻസ് ഒക്കെ ഒരിക്കലും ജോലിക്ക് പോകരുത് മക്കളെ, അല്ലെങ്കിൽ ജോലിക്ക് പോവണ്ട, അനുവാദം തരില്ല, അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്കാഡമിക്സിനെ ബാധിക്കുന്നുള്ളതാണ്, പഠനത്തിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ടുള്ള സ്റ്റഡീസ് വേൾഡ് വൈഡ് തന്നെ നടന്നിട്ടുണ്ട്. അതിനകത്ത് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഒരാഴ്ചയിൽ 7 ഡേയ്സിൽ 20 അവേഴ്സിന്റെ മുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പഠനത്തിന് നല്ല രൂപത്തിൽ ഡിപ്പ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരാഴ്ചയിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പരമാവധി അലോഡ് ആയിട്ടുള്ള ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 20 മണിക്കൂറാണ്. 20 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് സമയമുണ്ട്. ഇപ്പോൾ ഒരു ദിവസം
നമ്മളൊരു 6 അവേഴ്സ് അല്ലെങ്കിൽ 8 അവേഴ്സ് ഒക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും 2 ദിവസം വർക്ക് ചെയ്യാം. ആഴ്ചയിൽ 2 ദിവസം വർക്ക് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഗുഡ്. അങ്ങനെ ഈ 2 ദിവസം വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ പഠനത്തിന്റെ വ്യത്യാസങ്ങൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ 20 അവേഴ്സ് വരെ വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ പഠന നിലവാരം ഉയരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. 20 അവേഴ്സിന് മേളിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ പഠന നിലവാരം കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. കാരണം കുറച്ചുകൂടി അവർ ഈ വർക്കിലേക്കായിരിക്കും ഫോക്കസ് ആയി പോകുന്നുണ്ടാവുക. വർക്ക് പ്രഷർ, അവിടെയുള്ള കാര്യങ്ങൾ അതിലേക്ക് ഫോക്കസ്ഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ ചലഞ്ച് അക്കാഡമിക് നിലവാരം കുറയുന്നു എന്നുള്ളതാണ്. ലിമിറ്റ് ഈസ് 20 അവേഴ്സ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളിതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു ജോലിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട കാര്യം വി ക്യാൻ ചൂസ് അപ് ടു 20 അവേഴ്സ് എന്നുള്ളതാണ്. അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സാധനങ്ങളാണ് നമ്മൾ നോക്കുക എന്നുള്ള കാര്യം. ഇനി ഇതിനോടൊപ്പം തന്നെ വരാനുള്ള ഒരു മെന്റൽ ഹെൽത്തും നമ്മുടെ വെൽബീയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി ജോലി കുറച്ച് കടുപ്പമുള്ള ജോലിയാണ്, ജോലി സ്ഥലത്ത് നമുക്ക് ചീത്ത കേൾക്കുന്നുണ്ട്, കുറച്ച് പ്രശ്നമാവുന്നുണ്ട്, അങ്ങനത്തെ ഒരു സാധനമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്ട്രെസ്ഡ് ആവാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ബേൺ ഔട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത്, ഒരു കോളേജ് വിദ്യാർത്ഥി എന്നുള്ള ഒരാൾ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രം മനസ്സിലാക്കുന്നത്, തുടർച്ചയായിട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വല്ലാതെ മടുത്തു പോകുന്ന ഒരവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഉറക്കം ബാധിക്കാൻ വേണ്ടിയിട്ട്, ഉറക്കം ബാധിച്ചാൽ നമുക്കറിയാം ഉറക്കം ഈസ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ തിങ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഹാപ്പി ആക്കി വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം. ഉറക്കം ഡിപ്രൈവ്ഡ് ആയി കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ എൻഗേജ്മെന്റ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോളേജ് സമയത്തൊക്കെ ജോലിക്ക് പോകുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ കൂട്ടുകാർ ട്രിപ്പിന് പോയിരിക്കും, അവർ ചിലപ്പോൾ സിനിമയ്ക്ക് പോയിരിക്കും, ചിലപ്പോൾ അവർ ഔട്ടിങ്ങിന് പോയിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ മാറി നിൽക്കുന്ന സമയത്ത് കൂട്ടുകാർ പറയും, "ഓ, അവൻ വലിയ ജോലിക്കാരനല്ലേ, അവൻ അതിൻ്റെ തിരക്കാണല്ലോ" എന്നുള്ള രൂപത്തിൽ നമ്മുടെ സോഷ്യൽ എൻഗേജ്മെന്റ്സ് കുറയാനുള്ള സാധ്യതയുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് എ റൈറ്റ് ബാലൻസ്. എപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ളതാണ് കാര്യം. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഒരു സോഷ്യൽ അസമത്വം, നമ്മളിപ്പോൾ ഒരു പൊളിറ്റിക്കലി സ്പീക്കിംഗ് നോക്കുകയാണെങ്കിൽ നല്ല വെൽബീയിങ് ഉള്ള ഒരു കുറച്ച് എന്താ പറയുക, ഒരു അത്യാവശ്യം പണമൊക്കെ ഉള്ള ഒരു വീട്ടിൽ പിറന്ന ഒരാൾ, അവർക്ക് ഇഷ്ടംപോലെ പോക്കറ്റ് മണിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവർ ആ പോക്കറ്റ് മണിയൊക്കെ വെച്ചിട്ട് എൻജോയ് ചെയ്ത് കോളേജിലൂടെ നടക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ, ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിൽ അങ്ങനെയായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് അത്രയ്ക്കും നമുക്ക് റേഷനായിട്ട് എനിക്ക് കുറഞ്ഞ പൈസ വീട്ടിൽ തരുമായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഞാൻ അടിച്ചു പൊളിച്ച്, അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾ നടക്കാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് അല്ലെങ്കിൽ പണിയെടുത്ത് പഠിക്കുകയും പണിയെടുക്കുകയും ഒക്കെ ചെയ്ത് നടക്കുമ്പോൾ മറ്റൊരാൾ പഠനം മാത്രം ബാക്കി സമയത്ത് എൻജോയ് ചെയ്ത് നടക്കുന്നു എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരു അസമത്വം പോലെ ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ വളരെയധികം ഗുണങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിനും കരിയർ ഗ്രോത്തിനും എല്ലാത്തിനും വളരെയധികം സഹായിക്കും. പക്ഷേ ഇതുപോലെയുള്ള ചില വെല്ലുവിളികൾ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അക്കാഡമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. 20 അവേഴ്സ് എന്നുള്ളൊരു ലിമിറ്റ് ഉള്ള കാര്യം നമ്മളെല്ലാവരും കൃത്യമായിട്ട് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ഇത് ഒന്ന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് വി ക്യാൻ ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ജോബിനനുസരിച്ചിട്ടിരിക്കും എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ജോബായിരിക്കണം നമ്മൾ ചെയ്യേണ്ടതാണ്. ചൂസിങ് ദ റൈറ്റ് ജോബ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതാണ് അതിനകത്ത് ഏറ്റവും സ്മാർട്ടസ്റ്റ് വേ, ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള വേ. നമ്മൾ ചൂസ് ചെയ്യുന്ന ജോബ് ഏതായിരിക്കുന്നത്, എന്തെല്ലാം ജോബായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എങ്ങനത്തെ ജോബായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം വർക്ക് അവേഴ്സ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. ഇപ്പോൾ നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ചൊക്കെ ചെയ്യാവുന്ന രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യാൻ വേണ്ടി പറ്റുന്ന ജോബുകൾ മാത്രം എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില ഓൺലൈൻ ജോബുകൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ജോലികൾ ഉണ്ടാവും. അതിന് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സ്കില്ലിനെ അലൈൻ ചെയ്യുന്ന തരത്തിലുള്ള റോളുകൾ എടുക്കാൻ വേണ്ടി നോക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുന്ന പ്രൊഫഷൻ, നമ്മുടെ കോഴ്സ്, അതിനെ അലൈൻ ചെയ്യുന്ന തരത്തിലേക്കുള്ള കോഴ്സുകൾ എടുക്കാൻ നോക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് ഉള്ള ഒരു സാധനമായിരിക്കും. ആൻഡ് ഇതിനകത്ത് ഏറ്റവും രസമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ഓൺ ക്യാമ്പസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കാം. നമ്മുടെ സ്വന്തം ക്യാമ്പസിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ ഞാൻ പറയണേ, നമ്മുടെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചെറിയൊരു സ്കൂള്, അവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടുത്തെ ഒരു ലൈബ്രറിയൻ ജോലിയോ, അല്ലെങ്കിൽ അവിടുത്തെ കുറച്ച് കുട്ടികളെ കാര്യങ്ങൾ നോക്കുന്നതോ, അല്ലെങ്കിൽ അവിടുത്തെ അക്കാഡമിക്സിൽ അവിടുത്തെ ലാബിൽ അസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാനോ, ഡിഫറെൻറ്റ് കോഴ്സുകളിലൊക്കെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇങ്ങനെ റിസർച്ചുകൾ സാധനങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ റിസർച്ച് അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ നിൽക്കാൻ വേണ്ടി പറ്റും. ചെറിയ പൈസ കിട്ടുള്ളൂ, ചിലപ്പോൾ നമുക്ക് 2000-3000 രൂപയൊക്കെ കിട്ടുള്ളൂ. പക്ഷെ അത് നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വായിക്കാനും വിവരമുണ്ടാക്കാനുള്ള ഒരു അവസരമൊക്കെ അവിടെ തരുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ അക്കാഡമിക്കലി ഭയങ്കര സുപ്പീരിയർ ആയിട്ട് മാറി വരും. ഇപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ ഇതാണ്. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ സ്കില്ലിനെ അലൈൻ ചെയ്യുന്ന ഓൺ ക്യാമ്പസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെരി 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 ഗുഡ് എന്നുള്ളതാണ് കാര്യം. ഇപ്പം അങ്ങനെയൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ പുറത്തിറങ്ങിയിട്ട് വേറെ ജോലികൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നമുക്ക് ഈ ഓൺലൈൻ ആയിട്ടുള്ള, ഇപ്പോൾ ഏറ്റവും സിമ്പിൾ സാധനം ടീച്ചിങ് ആണ്. ടീച്ചിങ് യു ക്യാൻ ഡു. കാരണം നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കുകയാണെങ്കിലും ആ കോഴ്സായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ജൂനിയേഴ്സിനോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളറിയാം, നമ്മൾ 12th കഴിഞ്ഞിട്ടാണ് കോളേജിൽ പോയത്. അപ്പോൾ 12th പഠിക്കുന്ന കുട്ടികളോ 11th പഠിക്കുന്ന കുട്ടികളെയൊക്കെ നമുക്ക് വീണ്ടും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പല ആൾക്കാരും പിന്നെ ഓരോ സ്ഥാപനങ്ങളിൽ പോയിട്ട് അവിടെ ജോലിയുണ്ട് ഇവിടെ ജോലിയുണ്ട്, അങ്ങനെയല്ല. വി ക്യാൻ ഫൈൻഡ് ഔട്ട് നമ്മുടെ സ്വന്തം വഴികൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ടീച്ചിങ് ഈസ് വൺ വേ. സെക്കൻഡ് തിങ് ഈസ് ലൈക്ക് നമ്മുടെ ഗിഗ് ബേസ് ചെയ്തിട്ടുള്ള അവരിലായിട്ട് ഫ്രീലാൻസിങ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതാനോ വായിക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്കില്ല് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും. കണ്ടന്റ് റൈറ്റിംഗ്,
സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി പോലെയുള്ള കാര്യങ്ങൾ ഫ്രീലാൻസർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഫ്രീലാൻസർ ആയിട്ട് റെക്കോർഡ് വരച്ചു കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രൊജക്റ്റുകൾ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള വർക്കുകൾ ഫ്രീലാൻസർ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ റീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷോപ്പുകൾ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഷോപ്പിന്റെ മേ ബി ഫ്രണ്ട് കൗണ്ടറിലോ അല്ലെങ്കിൽ ബാക്ക് എൻഡ് വെയർ ഹൗസിലോ നമുക്ക് ജോലികൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഡെലിവറി പാർട്ട്നേഴ്സ് ആയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റും പല സ്ഥലങ്ങളിലും. പിന്നെ ഡ്രൈവിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അങ്ങനെ ഡ്രൈവിംഗ് പാർട്ട്നേഴ്സ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ പല തരത്തിലുള്ള വർക്കുകൾ എന്ത് ചെയ്യാനുണ്ട്, അവൈലബിൾ ആയിട്ട്. മിക്കവാറും എല്ലാത്തിനൊന്നും പ്രീവിയസ് എക്സ്പീരിയൻസോ എക്സ്പോഷേഴ്സോ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന് നല്ല അടിപൊളിയായിട്ടുള്ള ടൈം മാനേജ്മെന്റും സാധനങ്ങളും സംഗതികളൊക്കെ വേണം എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ ഉണ്ടാക്കി വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് നമ്മുടെ സെൽഫ് വെൽബീയിങ്, നമ്മളിപ്പോൾ ഇങ്ങനെ പഠിത്തവും ജോലിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ബേൺ ഔട്ട് ആവരുത്, അലയരുത്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാവുന്ന രൂപത്തിൽ മാത്രം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. ഇനി ജോലികളുടെ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഫ്രീലാൻസിങ് ചെയ്യാം, ഓൺലൈൻ ട്യൂട്ടറിങ് ചെയ്യാൻ വേണ്ടി പറ്റും, ക്യാമ്പസിലുള്ള ജോലികൾ അങ്ങനെ സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും, ഡെലിവറിയിൽ റീറ്റെയിലിൽ ജോലി ചെയ്യാൻ വേണ്ടി പറ്റും. സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, നിങ്ങൾക്കറിയാം യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള സാധനങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ള കഴിവും പരിചയവും സാധനങ്ങളൊക്കെ ഉണ്ട്. റീലൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരുണ്ടാവും. യു ക്യാൻ ഡു ദാറ്റ് തിങ് ഫോർ സം വൺ. ബ്ലോഗിങ് ചെയ്യാൻ വേണ്ടി പറ്റും, എഴുത്ത്, അതുപോലെ യൂട്യൂബ് ചാനൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. ഇതിൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ്, ഒരു അന്തിമമായിട്ടൊരു വിധി ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ വേണ്ടി പറ്റും. ഒരു വീഡിയോയിൽ ഇരുന്നിട്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ ഒരാൾക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം ജോലി ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം. പക്ഷേ ഉറപ്പായിട്ടും പറയുന്ന കാര്യം, പഠിക്കുന്നതിനോടൊപ്പം ജോലി ചെയ്യുന്ന ആൾക്കാർ, അതിനെ കൃത്യമായിട്ട് ഓറിയന്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയി നടക്കുന്ന ആൾക്കാർ ആ ജോലി ചെയ്യാത്ത ആൾക്കാരെക്കാൾ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. വളരെ വളരെ എവിഡൻ്റ് ആയിട്ട് ഒരുപാട് സ്റ്റഡീസിന് സാധനങ്ങളുണ്ട്. പക്ഷേ അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ആ ടൈം ലിമിറ്റ് ആണ്. 20 അവേഴ്സിൻ്റെ മേളിൽ വർക്ക് ആവരുത്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ജോലി ആയിരിക്കണം, നമുക്ക് സ്ട്രെസ് തരാത്ത, നമ്മൾ ബേൺ ഔട്ട് ചെയ്യിപ്പിക്കാത്ത വർക്കായിരിക്കണം. പറ്റുമെങ്കിൽ നമ്മുടെ സ്കില്ലിനെ അലൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫഷനുള്ള ജോലി ആയിരിക്കണം. പ്രൊഫഷനുള്ള ജോലിയിലാണെങ്കിൽ നമ്മൾ കയറുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു അടുത്തൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിച്ചിറങ്ങുന്ന വഴിക്ക് തന്നെ ഒരു കമ്പനിയിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. സോ ബെറ്റർ ആണ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് രക്ഷകർത്താക്കളും ബാക്കി ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അംഗീകരിച്ച് നോക്കുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികൾ ജോലികൾ ചെയ്യട്ടെ, എങ്കിൽ മാത്രമാണ് അവർക്കൊരു ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന സാധനങ്ങളോ സംഗതികളൊക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും കുട്ടികൾ ജോലികൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ജോലികൾ ചെയ്യട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അനുവാദം കൊടുക്കുക എന്നുള്ളതാണ് കാര്യം. ആൻഡ് ഡെഫിനറ്റ്ലി എവറിത്തിങ് ഷുഡ് ബി മോണിറ്റേഡ്. ഭയങ്കര ഓവറായിട്ട് പണിയെടുക്കാനല്ല പറയുന്നത്, ഒരു 20 അവേഴ്സിൻ്റെ ജോലികൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി തോന്നുകയാണ് ഇല്ല എനിക്ക് ജോലി ചെയ്യാനൊന്നും വയ്യ എന്നാൽ തോന്നുമെങ്കിൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്, ദർ ഈസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. നമുക്ക് വളരെ സമാധാനമായിട്ട് പഠനം കഴിഞ്ഞതിന് ശേഷം ജോലികൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനും പറ്റും. എന്താണ് പഠിക്കുന്നതിനോടൊപ്പം ജോലി ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ വേണം. ആൻഡ് ഡെഫിനറ്റ്ലി ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ ഇൻ ദിസ് ചാനൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും ഒക്കെ വളരെയധികം വാല്യൂ ഉണ്ട്. ഡെഫിനറ്റായിട്ടും ഇതുപോലെയുള്ള കൂടുതൽ പബ്ലിക്ലി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ വീഡിയോസ് ഈ ചാനലിൽ വരുന്നുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് യു, ഡെഫിനറ്റ്ലി ഇതുപോലെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി അയച്ചു കൊടുത്തേക്കാൻ ഓർക്കുക. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ.